ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയുമായിട്ട് 2-3 ഒക്കേഷൻസിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് റോൾസ് റോയ്സ്. അവർ ഇന്ത്യക്കുള്ളിൽ ഡയറക്റ്റായിട്ട് ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി പല മേഖലകളിലും ഇന്ത്യയുടെ ആർമി, നേവി, അതേപോലെ തന്നെ എയർഫോഴ്സ്, ഈ 3 മേഖലകളിലും ഒരേപോലെ തന്നെ വെപ്പൺ സപ്പോർട്ടിംഗ് മേഖലയിൽ ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി അവരുടെ ബ്രാഞ്ച് ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് മാസങ്ങളായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് വരികയാണ്. അവരുടെ ഓഫീസ് ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ആ ഓഫീസിലേക്ക് വേണ്ട ആൾക്കാരെയൊക്കെ അവർ നിയമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇന്ത്യക്കുള്ളിൽ അവരുടെ ഫങ്ഷനിങ് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ, അതേപോലെ തന്നെ ന്യൂക്ലിയർ എനർജി, ഈ 2 മേഖലയാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റർ ജെറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഓൾറെഡി തന്നെ ഇവർ ഇന്ത്യക്കുള്ളിൽ അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഫ്യൂച്ചർ പ്രോജക്റ്റുകളുണ്ട് ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ മേഖലയിലേക്കും കൂടി അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂക്ലിയർ എനർജി മേഖലയിൽ ഇന്ത്യയുടെ അഗ്നി മിസൈൽ എവല്യൂഷൻ, ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഡിറ്ററൻസിൽ നിന്നും നമ്മൾ ആഗോളതലത്തിൽ കോമ്പറ്റീറ്റീവ്നെസ് ഉയർത്തുന്ന തരത്തിലാണ് നമ്മളുടെ അഗ്നി മിസൈൽ ടെക്നോളജിയെ നമ്മൾ മുന്നോട്ട് ചലിപ്പിച്ചിരിക്കുന്നത്. പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് അണുബോംബ് ഇടാൻ ശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 6 നമ്മൾ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് രഹസ്യമായിട്ട് തന്നെ ഇന്ത്യ നടത്തിയത്. അതിനോടൊപ്പം നമ്മൾ മിർവ് കാറ്റഗറിയിൽപ്പെട്ട 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ പരീക്ഷണം നമ്മൾ ഇതിനോടൊപ്പം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറവിലാണ് നമ്മൾ ഈ അഗ്നി 6 മിസൈൽ പരീക്ഷണം നമ്മൾ നടത്തിയത്. ഇതിൻ്റെ അറ്റാക്കിംഗ് പവർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 12,000 കിലോമീറ്റർ ആണ്. 10,000 to 12,000 കിലോമീറ്റർ റേഞ്ച്, അതാണ് ഇതിൻ്റെ ഒരു ദൂരപരിധി. ഇന്ത്യ വിജയകരമായിട്ട് ഇത് പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ പക്കൽ 172 ന്യൂക്ലിയർ വാർഹെഡുകളാണ് ഇതുവരെ ഉള്ളത് എന്നാണ് വാർത്ത. ഓപ്പൺ സോഴ്സിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ്. ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്ത നമ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, പിന്നെ ഈ ലോക പോലീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെ അതിൻ്റെ പുറകിൽ തന്നെ കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് എന്താണോ പുറത്ത് പറയേണ്ടത് അതേ പുറത്ത് പറയൂ, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ അടുത്ത് 172 അണുവായുധങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇപ്പം നിലവിൽ ഇന്ത്യക്കുള്ളിൽ 172 ന്യൂക്ലിയർ വാർഹെഡുകളാണ് ഉള്ളത്. പാകിസ്ഥാൻ ചൈനയുടെ സൈഡിൽ നിന്നും റഡാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹെലികോപ്റ്റർ, ചൈനീസ് ഹെലികോപ്റ്ററും അവർ വാങ്ങിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആ മേഖലയിൽ ചൈനീസ് ഹെലികോപ്റ്ററിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ. അതിനെ തുടർന്ന് സെക്യൂരിറ്റി അലേർട്ടോടുകൂടി വളരെ വിജിലൻ്റ് ആയിട്ടാണ് നമ്മൾ പാകിസ്ഥാൻ ബോർഡർ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ 26/11 പുൽവാമയിൽ നമ്മൾ നടത്തിയ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ, ആ അറ്റാക്കിനെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അസീം മുനീർ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പറേഷൻ സിന്ദൂർ വിജയം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട്, കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അസീം മുനീർ ഉപയോഗിച്ചത്. പക്ഷേ മനസ്സിലാക്കണം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു പോയിന്റ് പോലും അസീം മുനീറിന് പറയാനില്ല. പുൽവാമ എടുത്ത് സംസാരിക്കേണ്ട സാഹചര്യമാണ് അസീം മുനീറിന് വന്നിരിക്കുന്നത്. അതായത് അപ്പോൾ അതിന് ഇന്ത്യ എങ്ങനെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, നിന്റെ നാട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന, ഇന്ത്യയുടെ ആക്രമണത്തിൽ പൊട്ടിത്തകർന്ന് കിടക്കുന്ന എയർഫീൽഡുകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അസീം മുനീറെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മറുപടിയൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ്റെ എല്ലാ തരത്തിലുള്ള മാധ്യമ പ്രൊപ്പഗണ്ട ഉടായ്പകളും പൊളിഞ്ഞിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അമേരിക്കയിൽ നിന്ന് തന്നെ ഓപ്പണായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. പാകിസ്ഥാനെ ഏത് രീതിയിലാണ് ഇന്ത്യ അടിച്ച് തറ പറ്റിച്ചത്. പാകിസ്ഥാനെ അല്ല ശരിക്കും നമ്മൾ അടിച്ച് തറ പറ്റിച്ചത് ചൈനയും കൂടി ചേർത്തിട്ടാണ്. കാരണം ചൈന പാകിസ്ഥാൻ ആയുധം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എന്നുള്ളത് ചൈന തന്നെ കൺഫേം ചെയ്തിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ശരിക്കും പാകിസ്ഥാനെയും ചൈനയുമാണ് ഇന്ത്യ അടിച്ച് തറ പറ്റിച്ച് മൂലയിലിരുത്തിയത്. പല സാഹചര്യങ്ങളിലും ഇത് ഒളിച്ച് മറച്ച് വെച്ച് എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൈനയും പാകിസ്ഥാനും കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും അത് അവസാനം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു അഡ്വൈസറി നോട്ട് ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപദേശം, അഥവാ നമുക്ക് എനർജിയിലൊക്കെ ഷോർട്ടേജ് വരുന്നു, അല്ലെങ്കിൽ യുദ്ധം നീണ്ടു പോകുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കരുതലോടുകൂടി ജീവിക്കണം. ആ കരുതലോടുകൂടി ജീവിക്കാനുള്ള ഉപദേശങ്ങളാണ് പ്രധാനമന്ത്രി കൊടുത്തത്. പക്ഷെ അതിനെ വളച്ചടിച്ചുകൊണ്ട് പല രീതിയിലും മാധ്യമ പ്രൊപ്പഗണ്ടകൾ, അതായത് ഇന്ത്യ കനത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് പാനിക് ബൈയിങ്, എണ്ണയൊക്കെ ഓയിലൊക്കെ പാനിക് ബൈയിങ് നടത്തുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പാനിക് ബൈയിങ് നടത്തേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ട് ഗവൺമെൻറ് ഡേറ്റ സഹിതം, തെളിവ് സഹിതം അവർ പറയുന്നുണ്ട്. അതായത്
നമുക്കൊരു 11 മാസത്തേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനർജി നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഇന്ത്യയിലേക്കുള്ള ഷിപ്പുകൾ തടസ്സപ്പെട്ടെങ്കിലും കുറച്ച് ഡിലേ ആയിട്ടെങ്കിലും എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് പാനിക് പർച്ചേസിങ് നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ പെട്രോളൊക്കെ വാങ്ങിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടിൽ അത് പകുതി ആവിയായി പോവും. 1 ലിറ്റർ വാങ്ങിച്ചാൽ 3/4 ലിറ്ററിൻ്റെ താഴെ കിട്ടുള്ളൂ. ആ അവസ്ഥയാവും. വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ആ സംവിധാനം നമ്മളുടെ വീടുകളിലില്ല. പിന്നെ ഇത് അപകട സാധ്യതയുള്ളൊരു സാധനം കൂടിയാണ്. വെറുതെ ഇങ്ങനെ ഫ്ലേമബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉള്ള കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ ചൂട് കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്പാർക്കായി തീപിടുത്തം എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറുക. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എണ്ണ 60 ദിവസത്തേക്കുണ്ട്, നാച്ചുറൽ ഗ്യാസ് 60 ദിവസത്തേക്കുണ്ട്, LPG 45 ഡേയ്സിലേക്കുണ്ട്. ഇത് നോർമലി നമ്മൾ ഇത്തരത്തിലുള്ള റിസർവിലാണ് മുന്നോട്ട് പോകുന്നത്. ആ റിസർവിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോൾ 15 ദിവസത്തേക്കോ അല്ലെങ്കിൽ 30 ദിവസത്തേക്കോ ഉണ്ടെന്നല്ല ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ റിസർവ് റേഞ്ച്, ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനും ഇന്ത്യയും അഡ്വാൻസ്ഡ് എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈലേറ്ററൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ട്രംപ് റിജക്ട്സ് ഇറാൻസ് ഗാർബേജ് പ്രപ്പോസൽ. അതായത് പ്രപ്പോസൽ ഗാർബേജ് എന്നല്ല, ജസ്റ്റ് പ്രപ്പോസലിനെ ചവിട്ടുകൊട്ടയിൽ ഇട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ പറഞ്ഞത്. ഇറാൻ എന്താണ് പറഞ്ഞു പറഞ്ഞാൽ ഇറാൻ ഫുൾ ആൻഡ് ഫുൾ അവർക്ക് വേണ്ട രീതിയിൽ മാത്രമാണ് ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. 14 പോയിന്റൊന്നും ഇല്ല അതിനകത്ത്, 10 പോയിന്റേ ഉള്ളൂ. ആ 10 പോയിന്റും ഇറാന് വേണ്ട പോയിന്റുകളാണ്. അതായത് ഇറാൻ്റെ അസറ്റുകൾ റിലീസ് ചെയ്യുക, ഇറാൻ്റെ മേളിൽ സാങ്ഷൻ ഉണ്ടാകാൻ പാടില്ല, ഇറാൻ്റെ മേളിൽ ആക്രമണം നടത്തിയത് നഷ്ടപരിഹാരം കൊടുക്കുക, ഇങ്ങനത്തെ ഡിമാൻഡുകളാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പം അതുകൊണ്ട് യുദ്ധം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ്. ചൈനയെ സ്നേഹിച്ചുള്ള ആർട്ടിക്കിൾസ് എഴുതിയത് കൊണ്ട് സൗത്ത് കാലിഫോർണിയ മേയറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ മേയർ റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ FBI ആണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കാരണം ഇവർ ചൈനയെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി എഴുത്തുകൾ, ആർട്ടിക്കിൾസ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെമോക്രറ്റുകളൊക്കെ പുറത്തോട്ട് ഇറങ്ങി വരും. അതിലൊന്നും കാര്യമൊന്നുമില്ല. കാരണം ആ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ എങ്ങനെയാണ് കാണുന്നത്, ആ രാജ്യവുമായിട്ടുള്ള ബന്ധം എന്താണ്, നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ. ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ചൈനയും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്, 2 ചേരികളിലാണ്. അവരുടെ ആശയങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള അന്തരമുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയെക്കുറിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിൾസ് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോഗനം പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ വന്നിരിക്കുന്ന ഭരണാധികാരിക്ക് അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന പരിപാടി തന്നെയാണ്. എന്തായാലും അറസ്റ്റ് ചെയ്തിപ്പം ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഇന്ത്യയെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ഗ്രോത്ത്, ഇന്ത്യയുടെ വളർച്ച അതിശയിപ്പിക്കുന്ന ഒരു വളർച്ചയാണ്. ഈ യുദ്ധ കാലഘട്ടത്തും ഇത്തരത്തിൽ പ്രോ ആക്റ്റീവായിട്ട് നല്ല രീതിയിലുള്ള വളർച്ച കാഴ്ചവെക്കുന്ന ഒരു രാജ്യം, ഗ്രോത്ത് രേഖപ്പെടുത്തുന്ന ഒരു രാജ്യം, ഇന്ത്യയുടെ അത്രയും ഗ്രോത്ത് ഉള്ള വേറെ ഏത് രാജ്യമുണ്ട്? അതൊന്ന് ചൂണ്ടിക്കാണിക്കണം. പലരും ക്രൈസിസിലാണ്, ഇന്ത്യയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇൻസൈറ്റ്സ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിനുള്ളിൽ തുടരുന്നുണ്ട്. ഇല്ലാതെയൊന്നുമില്ല, ആരും പിൻവലിച്ചിട്ടും പോയിട്ടില്ല. പക്ഷേ കുറച്ച് പൊളിറ്റിക്കൽ താല്പര്യമുള്ള റോങ് പ്രൊപ്പഗണ്ട വാർത്തകൾ ഇവിടെ അടിച്ചിറക്കുന്നുണ്ട് ആൾക്കാർ. അത് നോക്കിയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺ അത് പലപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഓരോ വാക്കുകൾക്കും ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോദിയുടെ പൊതുജനങ്ങളോടുള്ള ഉപദേശം കേട്ടിട്ട് ഇച്ചിരി വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റേബിളായി വരുന്നുണ്ട്. US ഒഫീഷ്യൽ സെനറ്റർ ലിൻസി ഗ്രഹാം പാകിസ്ഥാനെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ ജെന്യൂൻ അല്ല, അവർ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. മീഡിയേഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ഇറാനിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള നിലപാടാണ് അവരുടേത് എന്നുള്ള രീതിയിൽ ലിൻസി ഗ്രഹാം പാകിസ്ഥാനെ ശക്തമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സീസ് ഫയർ ഇത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോവുക, അതിലൂടെ ടൈം ബൈയിങ്, അതാണ് അവരുദ്ദേശിക്കുന്നത്. ഈ ടൈം ബൈയിങ്ങിലൂടെ ഇറാൻ അവരുടെ അറ്റാക്കിംഗ് പവർ, മിസൈൽ കേപ്പബിലിറ്റി, വാർ സ്ട്രാറ്റജി ഇതൊക്കെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പങ്ക് ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണെന്നാണ് ലിൻസി ഗ്രഹാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ നേവി ദുർഗ 2 എന്ന് പറയുന്ന 100 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള ലേസർ വെപ്പൺ നമ്മളുടെ വാർഷിപ്പുകളിൽ
ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദുർഗ 2 എന്നാണ് ഈ വെപ്പൻ്റെ പേര്. ന്യൂട്രലൈസ് ഡ്രോൺ, ലോയ്റ്ററിംഗ് മ്യൂണിഷൻസ്, ഷോർട്ട് റേഞ്ച് മിസൈൽസ്, അതായത് ആൻറ്റി ഷിപ്പ് മിസൈൽസ്, ഇതിനെതിരെയൊക്കെ ഇത് എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. IIT ഹൈദരാബാദ് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് മെറ്റൽ പൗഡർ മാനുഫാക്ചറിങ് യൂണിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മെറ്റൽ പൗഡർ യൂണിറ്റ് മെയിനായിട്ടും എയറോസ്പേസ് ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. DRDOയുടെ ഡയറക്റ്റ് സൂപ്പർവൈഷനിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇറാൻ ആണെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ചുങ്കം പിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ശക്തമാക്കിയിരിക്കുകയാണ്. ആ പോളിസി ടൈറ്റൻ ചെയ്തിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി അവരാണ് ഇതിൻ്റെ പൂർണ്ണ നിയന്ത്രണം. അപ്പം അവരുടെ കൺട്രോളിലാണ് ഈ ടോൾ പിരിക്കുന്നത്. ആ കമ്പനിക്കാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആ മെസ്സേജ് വളരെ കൃത്യമായിട്ട് ഇറാൻ കൺവേ ചെയ്യുകയാണ്. ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന കപ്പലുകൾക്കെല്ലാം വേണമെങ്കിൽ ഈ PGSI എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ പേയ്മെൻ്റ് ഒക്കെ നടത്തി കൃത്യമായിട്ട് അവർക്ക് കടന്നു പോവാം. പക്ഷേ ഇപ്പുറത്ത് അമേരിക്ക ഈ ടോൾ പേ ചെയ്തിട്ട് വരുന്ന കപ്പലുകളെ അമേരിക്ക കടത്തി വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും അടുത്തൊരു പ്രശ്നം നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇറാൻ്റെ പ്ലാൻ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ചെന്ന് പേ ചെയ്ത് പെടാൻ നിൽക്കേണ്ട. പേ ചെയ്ത് കഴിഞ്ഞാലും കടന്നു വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ. UAE-യിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് പരന്ന് നടക്കുന്നുണ്ട്. അത് ഫേക്ക് ന്യൂസാണ്. അത് രണ്ട് രാജ്യങ്ങളും UAE-യും അതേപോലെ ഇന്ത്യയും ഈ വാർത്ത ഡിനൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സൗദി അറേബ്യ UAE-ക്കെതിരെ തകൃതിയായിട്ടുള്ള പണികൾ, അതായത് എപ്പോഴും പുറകെ കൂടെ കട്ടപ്പ പണി സൗദി അറേബ്യ ചെയ്യുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിന് വരെ UAE-ക്കെതിരെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ള രീതിയിൽ ആലോചിച്ചെടുത്ത് തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ലാവാൻ എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ഈ ലാവാൻ എന്ന് പറഞ്ഞ ഐലൻഡിൽ ഓയിൽ റിഫൈനറി ഉണ്ട് ഇറാന്. അപ്പം ഈ 40 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച സമയത്ത് ലാസ്റ്റ് അറ്റാക്ക് ഇസ്രായേൽ നടത്തിയത് ഈ ലാവാൻ ഐലൻഡിലാണ്. അന്ന് നമ്മൾ ആ വീഡിയോ ഉൾപ്പെടെ കൃത്യമായിട്ട് ആ വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസൈറ്റ്സ് മലയാളത്തിൽ വാർത്ത കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പം ഈ എണ്ണപ്പാടം അറ്റാക്ക് ചെയ്തത് UAE ആണെന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് ഇപ്പം അടിച്ചിറക്കുന്നുണ്ട്. ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗണ്ടയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, സൗദി അറേബ്യ അഥവാ വീണ്ടും അമേരിക്ക ഇറാൻ കോൺഫ്ലിക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷത്തിൽ UAE-യെ മെയിൻ ടാർഗറ്റാക്കി ലക്ഷ്യമാക്കാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സൗദി അറേബ്യ കളിക്കുന്നുണ്ട്. അതായത് ഇറാൻ്റെ ഫോക്കസ് പൂർണ്ണമായിട്ടും UAE-യിലേക്ക് മാറണം. സൗദി അറേബ്യ അതിനൊത്ത രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഞങ്ങളുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ അറ്റാക്ക് നടത്താൻ പാടില്ല എന്നുള്ള പ്രസ്താവന ഇന്ന് പുറത്തിറക്കി കഴിഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിയാണ്. എന്ത് സ്ട്രാറ്റജിയാണ്? അതായത് ഇറാൻ്റെ ഫോക്കസ് പൂർണ്ണമായിട്ടും UAE-ക്ക് മേലിൽ തിരിച്ചു വിടുക എന്നുള്ളതാണ്. ഈ സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ ഉള്ളിൽ മെയിനായിട്ടുള്ള പത്രങ്ങളിലൊക്കെ ആർട്ടിക്കിൾസ് എഴുതുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ ആയിക്കോട്ടെ, വാഷിങ്ടൺ പോസ്റ്റ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ പ്രൈവറ്റായിട്ട് വരെ ആർട്ടിക്കിൾസ് ഹയർ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവരുടെ ഒരു എഴുത്തുകാരനായിരുന്നു ഈ വാഷിങ്ടൺ പോസ്റ്റിൽ വർക്ക് ചെയ്തിരുന്ന ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞിട്ട് നിരന്തരം സൗദി അറേബ്യയെ വിമർശിച്ച് ആർട്ടിക്കിൾ എഴുതിയിരുന്ന മാധ്യമപ്രവർത്തകൻ. ആ മാധ്യമപ്രവർത്തകനെയാണ് തുർക്കിയുടെ സൗദി കോൺസുലേറ്റിൽ വെച്ചിട്ട് കൊലപ്പെടുത്തിയത്. ആ കേസിലെ പ്രതിയാണ് MBS. ആ പ്രതിസ്ഥാനം എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ട്രംപിൻ്റെ അടുത്ത് പോയിട്ട് ചമച്ചടിച്ച് നിൽക്കുന്നത് ഈ വ്യക്തി. അപ്പം ഇങ്ങനത്തെ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ UAE-ക്കെതിരെ മാധ്യമ പ്രൊപ്പഗണ്ട അമേരിക്കയിൽ നിന്നും വാഷിങ്ടൺ പോസ്റ്റിലൂടെയും അതുപോലെ വാൾ സ്ട്രീറ്റ് ജേർണലിലൂടെയൊക്കെ അടിച്ചിറക്കുകയാണ്. ഈ ലാവാൻ ഐലാൻഡ് അറ്റാക്ക് ചെയ്തത് UAE ആണെന്നുള്ള രീതിയിലുള്ള ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് വാൾ സ്ട്രീറ്റ് ജേർണലാണ്. വാൾ സ്ട്രീറ്റ് ജേർണലിനെ തുടർന്ന് വാഷിങ്ടൺ പോസ്റ്റൊക്കെ ഇതേപോലത്തെ വാർത്തകൾ അടിച്ചിറക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആരുടെ ചെവിയിൽ ഇട്ട് കൊടുക്കാനാണ്? ഇറാൻ്റെ ചെവിയിൽ ഇട്ട് കൊടുക്കാനാണ്. കാരണം UAE കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ UAE ഒരു ട്രൂപ്പിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്നും ഇനി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സ് ഇറക്കി അടിക്കുമെന്നും അതുകൊണ്ടാണ് അവർ ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങളുടെ സഹായമൊക്കെ തേടുന്നത് എന്നുള്ള നിലയിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. അതായത് UAE-യെ പോർട്രേ ചെയ്യാണ്, ആ ലെവലിലേക്ക് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ്, കെണി ഒരുക്കുകയാണ്. UAE ഇതെല്ലാം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. മനസ്സിലായോ? തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്. അത് രാജ്യത്തിൻ്റെ ഡിഫൻസ് മേഖലയിൽ ഇൻ്റർസെപ്ഷന് വേണ്ടിയിട്ട് മിസൈൽ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അതേപോലെ രാജ്യത്തിൻ്റെ ഡിഫൻസ് മേഖലയിൽ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും മറ്റു പല രാജ്യങ്ങളുമായിട്ടും UAE-ക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ അതൊന്നും ഇറാനെ അങ്ങോട്ട് പോയി ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതും കൂടി UAE വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റോങ് പ്രൊപ്പഗണ്ട വാർത്തകൾ പല രാജ്യങ്ങൾക്കുമെതിരെ അടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ UAE-ക്കെതിരെ വാർത്തകൾ അടിച്ചിറക്കുന്നതിൽ സൗദി അറേബ്യയാണ് ഈ മേഖലയിൽ നിന്ന് കളിക്കുന്നത്. അല്ലാതെ അമേരിക്കയ്ക്ക് ഇപ്പോൾ UAE-യെ പോർട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം
അമേരിക്കയും UAE തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പിലാകുന്നുണ്ട്. അമേരിക്കയ്ക്കും UAEക്കും ശക്തമായ രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയാണ് ഈ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങളെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് UAE ആണ് എന്ന് ഇറാന് പറഞ്ഞു കൊടുക്കുകയാണ്, പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് അടുത്തൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ UAE ടാർഗറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം UAEയെ ഇപ്പോൾ സൗദി അറേബ്യ പറയാതെ തന്നെ ടാർഗറ്റ് ലിസ്റ്റിൽ വെച്ചിരുന്ന രാജ്യമാണ് ഇറാൻ. പക്ഷെ അതിലേക്ക് എരിതീയിൽ എണ്ണ പകരുന്നത് പോലെയുള്ള പ്രവർത്തികളാണ് സൗദി അറേബ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ വിഷയത്തിൽ അമേരിക്ക സാറ്റിസ്ഫൈഡ് അല്ല. മീഡിയേഷൻ്റെ വിഷയത്തിൽ പാകിസ്ഥാൻ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ടൈം ലൈൻ ബൈ ചെയ്യുന്നതായിട്ടാണ് മൊത്തത്തിലുള്ള കണ്ടെത്തൽ. അതായത് ഡിലേ ചെയ്യാണ്. അമേരിക്ക എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ദിവസങ്ങളോളം ആഴ്ചകളോളം വെച്ചിങ്ങനെ നീട്ടി വലിച്ച് ഇറാന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ എത്തിക്കുന്നതാണ് പാകിസ്ഥാൻ്റെ പരിപാടി. കാരണം ഇറാൻ്റെ സൈഡിൽ നിന്ന് എണ്ണ കിട്ടണം ഇവർക്ക്. അവിടെ നിന്ന് ടാങ്കറായിട്ട് എണ്ണ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പാകിസ്ഥാൻ പോർട്ടുകളിൽ നിന്നും അമേരിക്ക ബ്ലോക്കേഡിലൂടെ തടയുന്ന ഷിപ്പുകൾ പാകിസ്ഥാൻ പോർട്ടിൽ അടുപ്പിക്കുകയും അവിടെ നിന്ന് ആ കണ്ടെയ്നറുകളെല്ലാം തന്നെ ലോറിയിലൂടെ ഇറാൻ്റെ ഉള്ളിലേക്ക് റോഡ് മാർഗം 6 റോഡുകൾ വഴി ഇറാൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സഹകരണം വളരെ ഊഷ്മളമാണ്. അത് ട്രംപ് പൊട്ടത്തരം കാണിച്ചുകൊണ്ട് അന്ന് മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിച്ചപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞത് അസീം മുനീർ ഭയങ്കര നല്ലവനാണ്, വല്ലവനാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിവേ അനുഭവിക്കട്ടെ, അല്ല നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.